വിക്രം സ്റ്റഡി റൂമിന്റെ വാതിൽ അടച്ചു പുറത്തിറങ്ങി. വർക്കിയുടെ ചിരിക്കുന്ന മുഖം അയാളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞില്ല. ഒരു സാധാരണ മരണം ആയിരുന്നില്ല അത്. കൊലയാളിക്ക് ഒരു സന്ദേശം നൽകാനുണ്ടായിരുന്നു. അത് തനിക്കുള്ളതാണെന്ന് വിക്രമിന് തോന്നി. ഡ്രൈവറെയും ഗാർഡിനെയും ചോദ്യം ചെയ്യൂ. ഇവന്റെ ഭാര്യയോ മക്കളോ ആരെങ്കിലും ഇവിടെയുണ്ടോ എന്ന് അന്വേഷിക്കൂ, വിക്രം തന്റെ ജൂനിയറായ സുനിലിനോട് പറഞ്ഞു. സാർ, ഭാര്യ കുറച്ചുനാളായി അമേരിക്കയിലാണ്. മകനില്ല, ഒരു മകളുണ്ട്. അവൾ ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ്. സുനിൽ മറുപടി നൽകി. മഴ അപ്പോഴും ശക്തിയായി പെയ്യുന്നുണ്ടായിരുന്നു. വിക്രം വീടിന്റെ ഹാളിലേക്ക് നടന്നു. ചുമരുകളിൽ തൂക്കിയിട്ടിരുന്ന വർക്കിയുടെ കുടുംബത്തിന്റെ പഴയ ചിത്രങ്ങൾ അയാൾ ശ്രദ്ധിച്ചു. ഒരു ചിത്രം വിക്രമിന്റെ ശ്രദ്ധ ആകർഷിച്ചു. അതിൽ വർക്കിയും ഒരു സുന്ദരിയായ യുവതിയും ഉണ്ടായിരുന്നു. ചിത്രം പഴയതായിരുന്നു. വർക്കിക്ക് അതിൽ ചെറുപ്പം. അതിന് താഴെ അനിത എന്ന് എഴുതിയിട്ടുണ്ട്. വർക്കിയുടെ മരണവും മുറിയിൽ കണ്ട വസ്തുക്കളും തമ്മിൽ എന്ത് ബന്ധമെന്ന് അയാൾ വീണ്ടും ചിന്തിച്ചു. ചീട്ടുകളിലെ ക്യൂൺ ഓഫ് സ്പേഡ്സ് ഒരു വഞ്ചനയുടെയോ ചതിയുടെയോ സൂചനയാകാം. റോസാപ്പൂ, അത് സ്നേഹത്തെയും സൗന്ദര്യത്തെയും സൂചിപ്പിക്കുന്നു. പക്ഷേ മരണവുമായി എങ്ങനെ ബന്ധപ്പെടുത്തും? അവർ വീടിന്റെ മുൻവാതിലേക്ക് നടന്നു. അപ്പോഴാണ് സുനിൽ ഒരു ചെറിയ ശബ്ദം കേട്ടത്. സാർ, അവിടെ എന്തോ ഒന്ന് ഒളിച്ചിരിക്കുന്നു. ചെറിയ ശബ്ദം വന്നത് അടുക്കളയിൽ നിന്നായിരുന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ ജനലിലൂടെ പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുന്നതായി കണ്ടു. നിങ്ങൾ അവിടെ നിൽക്ക്, വിക്രം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അയാൾ പേടിച്ചിരണ്ട് താഴെ വീണു. വിക്രവും സുനിലും ഓടി അങ്ങോട്ട് ചെന്നു. അയാളുടെ മുഖം വിക്രത്തിന് പരിചിതമായിരുന്നില്ല. ആരാണ് നീ? എന്തിനാണ് ഈ വീട്ടിൽ കയറിയത്? വിക്രം ചോദിച്ചു. ഞാനൊരു കള്ളനല്ല സാർ. ഞാൻ വർക്കിയുടെ സഹോദരന്റെ മകനാണ്. എന്റെ പേര് അജിത്ത്, അയാൾ ഭയത്തോടെ പറഞ്ഞു. കള്ളല്ലെങ്കിൽ എന്തിനാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്? ഞാനിവിടെ വന്നത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയാണ്. അച്ഛൻ പറഞ്ഞു വർക്കി അങ്കിൾ മരിച്ചെന്ന്. സത്യമാണോ എന്ന് അറിയാൻ ഞാൻ വന്നതാണ്, അജിത്ത് പറഞ്ഞു. വിക്രമിന് അജിത്തിന്റെ വാക്കുകളിൽ വിശ്വാസം തോന്നിയില്ല. ഈ വിജനമായ സ്ഥലത്തേക്ക് ഈ മഴയുള്ള രാത്രിയിൽ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം അങ്കിളിന്റെ മരണം അന്വേഷിച്ചു വരിക. വിക്രമിന്റെ സംശയം വർദ്ധിച്ചു. അജിത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വിക്രം സുനിലിനോട് പറഞ്ഞു. എന്നാൽ അജിത്ത് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. സാർ, അങ്കിളിന്റെ മേശപ്പുറത്തുനിന്ന് ഒരു ചീട്ടുകടലാസ് എടുത്തു മാറ്റാൻ ശ്രമിച്ചു. അത് ക്യൂൺ ഓഫ് സ്പേഡ്സ് ആണോ? അജിത്തിന്റെ ഈ ചോദ്യം വിക്രമിനെ ഞെട്ടിച്ചു. അവന്റെ കണ്ണുകളിലേക്ക് നോക്കി വിക്രം പറഞ്ഞു. അതെ. നീ എങ്ങനെ അറിഞ്ഞു? അജിത്ത് തലകുനിച്ചു. എനിക്ക് ഒന്നും അറിയില്ല സാർ. പക്ഷേ ഈ ഗെയിം തുടങ്ങിയിട്ട് കുറച്ചായി. വിക്രമിന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഗെയിമോ? എന്നാൽ കൊലപാതകവും ഗെയിമുമായി എന്താണ് ബന്ധം? അജിത്ത് പറയുന്നതെന്താണ്? ഈ മരണത്തിന് പിന്നിൽ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വിക്രമിന് മനസ്സിലായി. ഈ കേസ് താൻ വിചാരിച്ചതിനേക്കാൾ സങ്കീർണമാണെന്ന് അയാൾക്ക് ബോധ്യമായി. വർക്കിയുടെ മരണം ഒരു കൊലപാതകമായിരുന്നില്ല, അതൊരു സൂചന മാത്രമായിരുന്നു.